ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു 3 ദിവസം മുമ്പ് ഒരു മാങ്ങാണ്ടി തോലെല്ലാം പൊളിച്ച് നല്ല നീറ്റാക്കി ഒരു ടിന്നിൽ, പ്ലാസ്റ്റിക് ടിന്നിൽ നല്ല സെറ്റ് ചെയ്ത് മണ്ണിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു മുളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാനത് എങ്ങനെയാണ് മുളപ്പിക്കേണ്ടതെന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പഴയ വീഡിയോ ഒന്ന് നോക്കുക എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്നെല്ലാം. അപ്പോൾ മാവിൻ്റെ അണ്ടി അത് 3 ദിവസമായിട്ടുണ്ട്. നമുക്കതൊന്ന് എടുത്തു നോക്കാം, എങ്ങനെ മുളച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ. മണ്ണ് മാന്തി ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ടിന്നിൽ ഒരു കുഴി എടുത്തിട്ട് ഒരു ടിന്നിൽ ഈ മാങ്ങാണ്ടി കുഴിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ആ മണ്ണെല്ലാം മഴയൊക്കെ പെയ്തിട്ടുണ്ട്, മഴയൊക്കെ പെയ്ത് അത് ഏകദേശം ഉറച്ച് കിടക്കുകയാണ്. അപ്പം അതൊന്ന് നമുക്കൊന്ന് മാന്തി എടുക്കാം. ആദ്യം ഒന്ന് മാന്തി എടുത്തിട്ട് തുമ്പ കൊണ്ടൊന്ന് മാന്തി എടുത്തതിന് ശേഷം മെല്ലെ ഇളക്കി പുറത്തെടുക്കാം. കാരണം ഷെയ്ക്ക് ആക്കുമ്പം ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ചെയ്യുമ്പം ഷെയ്ക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി വേരുകൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെല്ലെ തൂമ്പ കൊണ്ട് മാറ്റിയതിന് ശേഷം മെല്ലെ മണ്ണ് മാന്തി എടുത്തിട്ട് ടിന്ന് മാത്രം ഒന്ന് ഇളക്കി മെല്ലെ ലൂസാക്കി എടുത്തിട്ട് പുറത്തെടുക്കുക. കാരണം ഡാമേജ് ആയി കഴിഞ്ഞാൽ വേര് പൊട്ടാനും മുള ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. മെയിൻ വേരൊക്കെയാണ് പൊട്ടിപ്പോകുന്നതെങ്കിൽ പിന്നെ അത് കരുത്തില്ലാതെ കയറി വരികയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് മെല്ലെ അതെല്ലാം ഒന്ന് പൊക്കിയെടുത്ത് റെഡിയാക്കി നോക്കാം. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതാണ്, മുളയൊക്കെ വന്നിട്ടുണ്ട്, നല്ലപോലെ മുളയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ അകത്ത് 2 പേപ്പർ ജാമാക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടിഷ്യൂവിൻ്റെ കൂടെ കുറച്ച് പേപ്പറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കൊന്ന് കൈയൊക്കെ കഴുകിയിട്ട് നല്ല വൃത്തിയാക്കി ഇത് അതേ സ്ഥലത്ത് തന്നെ വെക്കുക. എന്നിട്ട് കൈയൊക്കെ കഴുകി ഒന്ന് നല്ലപോലെ ഒന്ന് ഓപ്പണാക്കി എടുക്കാം. ഓപ്പണാക്കി എടുത്തിട്ട് മെല്ലെ പേപ്പറുകൾ, സൈഡിൽ വെച്ചിരിക്കുന്ന പേപ്പറുകളെല്ലാം എടുത്ത് മാറ്റി അതിന് ശേഷം മെല്ലെ നമുക്ക് മാങ്ങാണ്ടി മുളച്ച് വെച്ചിരിക്കുന്നത് എടുക്കാം. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, എടുക്കുമ്പോഴും വെക്കുമ്പോഴും എല്ലാം ഈ വേരുകൾ ഒരു വേരും പൊട്ടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കരുത്തുള്ള വേരുകളായിരിക്കും എല്ലാം. ഇതാണ് നമ്മൾക്കിപ്പം ടിഷ്യൂ എല്ലാം ഇതായിട്ട് പോയിട്ടുണ്ട്. നല്ല പോലെ വേരുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നല്ല പോലെ വേരെല്ലാം ഒരു 10-12 വേരുകൾ ഉണ്ട്. മെയിൻ വേരും പ്രത്യേകിച്ചുണ്ട്. മുള കയറി പൊങ്ങി നിൽപ്പുണ്ട്. ഇതാ വീഡിയോയിൽ കാണുന്നുണ്ട്. എന്തായാലും 3 ദിവസം 4 ദിവസം കൊണ്ട് നമുക്ക് 4 ദിവസമായി വെച്ചിട്ട് 3 ദിവസം ശരിക്കും 3 ദിവസമായിട്ടുള്ളൂ. മണ്ണിൽ വെച്ച കൊണ്ട് നല്ല പോലെ പെട്ടെന്നായി കിട്ടി. സാധാരണ നമ്മൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ജാമിനകത്താണ് ഇത് വെക്കുന്നത്. പക്ഷേ എല്ലാം വെക്കുന്നതെല്ലാം ഫോർമാറ്റ് ഒരുപോലെയാണ്. പെട്ടെന്ന് മഴ വന്നുകൊണ്ട് ഞാൻ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ മണ്ണിൽ വെക്കുമ്പോൾ മണ്ണിൻ്റെ തണുപ്പും കാര്യങ്ങളും എല്ലാം കൂടെ കൂടി പെട്ടെന്ന് അതിന് മുള വരാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. ഇതാണ് നമ്മൾ കുഴിച്ച് വെച്ച് ഉണ്ടായി വന്ന ഈ ടിന്നിൽ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങാണ്ടി. നല്ല തളുപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. വേരുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓരോ വേരും നല്ല എടുത്തെടുത്ത് നിൽപ്പുണ്ട്. ടിഷ്യൂവിൻ്റെ സൈഡിൽ കൂടെ വേരെല്ലാം പൊങ്ങി നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. മാങ്ങാണ്ടിക്ക് ഒരു കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല മെയിൻ വേര് ഇതാണ്. മെയിൻ വേര് ഇവിടുന്ന് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഒടിഞ്ഞിട്ടോ പൊട്ടിയിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഈ വേരുകളെല്ലാം ക്ലിയറാണ്. ഇനി നമുക്ക് ഇപ്പം ഇതിന് കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. നല്ല കുഞ്ഞാണ്, കേടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് കുഴിച്ചു വെക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പം ടിന്നിരുന്ന ഈ ഭാഗം ഒന്ന് മൂടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണ് കൊണ്ട്. മണ്ണിനകത്ത് കല്ലും കാര്യങ്ങളുമൊക്കെ എടുത്ത് മാറ്റുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൊടിമണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ പൊടിമണ്ണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്ട്രോങ് മഴയായതുകൊണ്ട് ഞാൻ ഈ മണ്ണ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മണ്ണ് ലൂസാക്കിയിട്ട് തിക്ക് ആകാതെ ഉറപ്പിച്ച് കൊടുക്കാതെ ലൂസാക്കിയിട്ട് വേരിറങ്ങിപ്പോകാൻ പാകത്തിന്, ഇപ്പം ഈ ടിന്നിരുന്ന ഭാഗത്തോട്ട് വേരിറങ്ങിപ്പോകാൻ പാകത്തിന്, നല്ലപോലെ ഇറങ്ങിപ്പോകാൻ പാകത്തിനാണ് ഇട്ട് കൊടുക്കുന്നത്. വളവും ചാണകപ്പൊടിയും അതും കാര്യങ്ങളുമൊക്കെ പിന്നീടാണ് വേര് വന്ന് നല്ലപോലെ ഒന്ന് സ്ട്രോങ് ആയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം
ഇതെല്ലാം നല്ലപോലെ മൂടിക്കൊടുക്കുക. കുഴിയായിട്ട് കാണാവുന്ന വിധത്തിൽ വെക്കരുത്. കാരണം മണ്ണിനകത്തോട്ട് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. വെള്ളം ഇറങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ വേരുകളെല്ലാം ദ്രവിച്ചു പോകും. അപ്പം മൊത്തത്തിൽ കവർ ചെയ്തതിന് ശേഷം മെല്ലെ വേരുകൾ മാത്രം മെല്ലെ മെല്ലെ മണ്ണിട്ട് കൊടുക്കുക. അധികം അമക്കി കൊടുക്കുക കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. കൂമ്പ് മാത്രം, ഇല മാത്രം മുകളിൽ നിൽക്കുന്ന ഇല മാത്രം, കൂമ്പ് മാത്രം മുകളിൽ നിൽക്കുക. ബാക്കിയെല്ലാം സോഫ്റ്റായിട്ട് മണ്ണിട്ട് കൊടുത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശത്തുള്ള കല്ലുകളെല്ലാം പെറുക്കി കളയുക. സൈഡിലോട്ട് നല്ലപോലെ ഇപ്പം കോരിയിട്ടിരിക്കുന്ന നമ്മൾ ഇളക്കിയിട്ട മണ്ണുകളെല്ലാം ആ മണ്ണെല്ലാം നല്ലപോലെ ഇട്ടിട്ട് ഒരു വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന ടിന്ന് അതിൻ്റെ അടപ്പൊക്കെ തുറന്നിട്ട് ഈ പോയിൻ്റ് മാത്രമുള്ള ആ കുഞ്ഞ് മാത്രമുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് ഒന്ന് അമക്കി വെച്ച് കൊടുക്കുക. കാരണം ഇത് ഇപ്പോൾ ഈ സമയത്ത് മഴവെള്ളം വീഴുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, കമ്പും കാര്യങ്ങളൊക്കെ വീണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ഇല വന്ന് പൊങ്ങിയതിന് ശേഷം മാത്രം ഈ ടിന്നെടുത്ത് മാറ്റിയാൽ മതി. നല്ലപോലെ ചെറുതായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക. ഉറപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വീഴാതിരിക്കുകയും അതിനകത്തോട്ട് വെള്ളം ഇറങ്ങാതിരിക്കുകയും ചെയ്യും. ഇതാണ് സ്ഥിതി. ആ വട്ടത്തിൽ കൃത്യമായിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ടിരിക്കും. ഇലകളൊക്കെ വന്ന് തുടങ്ങിക്കഴിയുമ്പം, വേര് പിടിച്ച് ഇലകൾ വന്ന് തുടങ്ങിക്കഴിയുമ്പം അപ്പോഴേക്കും സൂര്യപ്രകാശം കിട്ടിയാൽ മതി. ഇപ്പം ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് മഴയുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഈ തളത്തിൽ വെള്ളം നിൽക്കുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് എടുത്ത് പൊക്കി നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും വെള്ളം നിന്ന് ചീച്ചിൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നല്ലപോലെ കയറി വരുന്നുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും ഈ സിസ്റ്റം തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഈ മഴ സമയത്ത്. കാരണം ഇപ്പോൾ ഉള്ള മഴ എന്ന് പറഞ്ഞ് നല്ല സ്ട്രോങ് മഴയാണ്. മുറ്റത്താണെങ്കിലും, മുറ്റത്ത് ഒക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിലും, മുറ്റത്ത് നട്ടു വെക്കുന്നവരാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഇപ്പം കുഞ്ഞൊക്കെ നല്ല കരുത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമുക്കറിയാം അതിൻ്റെ എടുത്ത് പെട്ടെന്ന് വേരുകളൊക്കെ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഇതിനകത്തു നിന്നുള്ള വളമെല്ലാം വലിച്ച് നല്ല എടുത്തു വരും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ.